ലോകത്തിൻ്റെ കണ്ണുകൾ തായ്വാൻ കടലിടുക്കിലായിരിക്കുമ്പോൾ ഹിമാലയൻ താഴ്വരകളിൽ മറ്റൊരു നിശബ്ദ അധിനിവേശത്തിന് ചൈന കോപ്പുകൂട്ടുകയാണോ? തായ്വാനെ സ്വന്തമാക്കാൻ ചൈന കാട്ടുന്ന അതേ വാശിയും ആവേശവും ഇപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ കാര്യത്തിലും അവർ പ്രകടിപ്പിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ അരുണാചൽ പ്രദേശ് ഇന്ന് വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് ചൈനയുടെ ദേശീയ പുനരുജ്ജീവനത്തിൻ്റെ ഭാഗമായ വിട്ടുവീഴ്ചയില്ലാത്ത ലക്ഷ്യമായി മാറിയിരിക്കുന്നു എന്നാണ് സൂചനകൾ. എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ അന്തസത്ത? എന്തുകൊണ്ടാണ് ചൈന അരുണാചലിനെ തായ്വാനോട് ഉപമിക്കുന്നത്? ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ അതിർത്തിയിൽ ഒരു യുദ്ധമേഘം ഉരുണ്ടുകൂടുകയാണോ? 2025 ഡിസംബറിൽ US കോൺഗ്രസിന് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ പെൻറ്റഗൺ വ്യക്തമാക്കുന്നത് ചൈനയുടെ 3 പ്രധാന കോർ ഇൻട്രസ്റ്റുകളിൽ ഒന്നായി അരുണാചൽ പ്രദേശ് മാറിയിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തേത് രാജ്യത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരം നിലനിർത്തുക എന്നതായിരിക്കുമ്പോൾ, രണ്ടാമത്തേത് ചൈനയുടെ സമഗ്രമായ സാമ്പത്തിക വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. തായ്വാൻ, ദക്ഷിണ ചൈന കടൽ, അരുണാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള തർക്ക മേഖലകളിൽ തങ്ങളുടെ അവകാശവാദങ്ങൾ സംരക്ഷിക്കുക എന്ന പ്രതിജ്ഞയാണ് മൂന്നാമത്തേത്. ചൈനീസ് ഭരണകൂടം ഇതിനെ വിളിക്കുന്നത് ഗ്രേറ്റ് റിജുവിനേഷൻ ഓഫ് ദി ചൈനീസ് നേഷൻ എന്നാണ്. 2049 ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി മാറാനും തങ്ങൾ അവകാശപ്പെടുന്ന എല്ലാ ഭൂപ്രദേശങ്ങളും ചൈനയോട് കൂട്ടിച്ചേർക്കാനും ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നു. മുൻപ് അരുണാചൽ പ്രദേശിലെ തവാങ് മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ചൈന ഇന്ന് സംസ്ഥാനത്തെ മുഴുവനായി ദക്ഷിണ ടിബറ്റ് അഥവാ സൗത്ത് ടിബറ്റ് എന്ന് വിളിച്ച് അവകാശവാദം ഉന്നയിക്കുന്നു. തായ്വാൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ ഇത് ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന വാദമാണ് ഇപ്പോൾ ഇന്ത്യയോടും അവർ ഉയർത്തുന്നത്. ഇനി എന്തുകൊണ്ടാണ് ചൈന അരുണാചലിന് പിന്നാലെ കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് പിന്നിൽ ചരിത്രപരവും മതപരവുമായ ചില കാരണങ്ങളുണ്ട്. 6ാമത്തെ ദലൈലാമ ജനിച്ചത് അരുണാചലിലെ തവാങ്ങിലാണ്. ടിബറ്റിന് മേലുള്ള തങ്ങളുടെ അധികാരം പൂർണ്ണമാകണമെങ്കിൽ തവാങ് കൈക്കലാക്കണമെന്ന് ചൈന വിശ്വസിക്കുന്നു. 1914 ഷിംല കരാറിലൂടെ രൂപപ്പെട്ട മക്മോഹൻ ലൈൻ ചൈന അംഗീകരിക്കുന്നില്ല. പകരം ടിബറ്റിൻ്റെ ഭാഗമാണ് അരുണാചൽ എന്നാണ് അവരുടെ വാദം. എന്നാൽ 1947 മുതൽ ഇന്ത്യയുടെ പരമാധികാരത്തിന് കീഴിലുള്ള ഈ പ്രദേശം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇലക്ഷനുകളിലും വികസന പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേരുന്ന യാഥാർത്ഥ്യത്തെ ബോധപൂർവം തന്നെ ചൈന വിസ്മരിക്കുകയും ചെയ്യുന്നു. ഈ താൽപ്പര്യങ്ങളെ പ്രാവർത്തികമാക്കാൻ ഇന്ത്യൻ അതിർത്തിയിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആശങ്കാജനകമാണ്. സിവിലിയൻ ഗ്രാമങ്ങൾ എന്ന പേരിൽ സൈനിക താവളങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. ഇത് തായ്വാൻ കടലിടുക്കിൽ ചൈന നടത്തുന്ന കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിന് സമാനമാണ്. ചൈനയുടെ ഓരോ പ്രകോപനത്തിനും ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട് ഉറച്ചതാണ്. ഇതിനെ കൂടുതൽ ബലപ്പെടുത്തും വിധം മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ അതിർത്തിയിൽ തന്നെ നടത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലുള്ള സെലാ ടണൽ ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കരുത്തേകുന്നു. ചൈന അരുണാചലിലെ സ്ഥലപ്പേരുകൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അവിടെ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതേസമയം പാകിസ്ഥാനുമായി ചേർന്നുള്ള ചൈനയുടെ നീക്കങ്ങളും പെൻറ്റഗൺ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയെ 2 വശങ്ങളിൽ നിന്ന് സമ്മർദ്ദത്തിലാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ചൈനയെ അസ്വസ്ഥരാക്കുന്നു എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ്. അരുണാചലിനെ തായ്വാനോട് ഉപമിക്കുന്നത് ചൈനയുടെ വിപുലീകരണവാദത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിലൊരു വ്യത്യാസമുണ്ട്. തായ്വാൻ ഒരു ദ്വീപാണ്, എന്നാൽ അരുണാചൽ പ്രദേശ് അങ്ങനെയല്ല. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ കരുത്തുറ്റ അതിർത്തിയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജാഗ്രതയും അതിർത്തിയിലെ ജനങ്ങളുടെ ദേശസ്നേഹവും ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളും ഏതൊരു വൈദേശിക ആക്രമണത്തിൽ നിന്നും അരുണാചലിനെ സുരക്ഷിതമാക്കുന്നു. ചൈനയുടെ അവകാശവാദങ്ങൾ കേവലം കടലാസ് പുലികൾ മാത്രമായി അവശേഷിക്കുമ്പോഴും ഹിമാലയൻ താഴ്വരകളിൽ സമാധാനത്തിന് മേൽ ഭീഷണിയുടെ നിഴൽ വീണുകിടക്കുന്നു. ജാഗ്രതയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഉദയസൂര്യൻ്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ അതെന്നും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഭാഗമായി തന്നെ നിലനിൽക്കും. ജയ് ഹിന്ദ്.